പെണ്ണുങ്ങളന്ന് പുറത്തിറങ്ങി ഒരു പണിക്കും പോവുക. അതുകൊണ്ട് പശുവിനെ വാങ്ങി അതിനെയും കൊണ്ട് ഇങ്ങനെ നടന്നു. 1ഉം 2ഉം പശുവായി, പിന്നെ 4എണ്ണമായി. അങ്ങനെ ഇങ്ങനെ ജീവിച്ചു പോന്നതാ. ജീവിതം അങ്ങനെ ഒഴുകുമ്പോൾ ഓരോരുത്തരും ഓരോ താളത്തിലും ഓരോ ദിശയിലും ഓരോ ലക്ഷ്യത്തിലേക്കുമായിരിക്കും നീന്തുക. വ്യക്തിയുടെ നിശ്ചയദാർഢ്യം ജീവിതത്തിന് അനിവാര്യമാണ്. തൻ്റെ വഴി കണ്ടെത്തി തുഴഞ്ഞ് 80-ലെത്തിയിട്ടും നിർത്താതെ ആഹ്ലാദത്തോടെ ജീവിക്കുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാം. പശു വളർത്തൽ ഇഷ്ടവും ആവശ്യവും ജീവനോപാധിയുമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ജീവിത വൃത്തിയായി സ്വീകരിച്ച മീനാക്ഷി അമ്മ പശുവിനെ സ്വന്തമാക്കിയിട്ട് 50ഓളം വർഷമായി. 3:30 ഉണർന്ന് എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി വന്ന് അത് കഴിഞ്ഞ് തൊഴുത്തൊക്കെ വൃത്തിയാക്കി കറക്കാനുള്ള എല്ലാ സൗകര്യവും ആക്കി വെച്ച് മോനെ വിളിച്ചുണർത്തി. മോനങ്ങ് കറന്നു വരും. കറന്നു കഴിഞ്ഞിട്ട് അതിന് തീറ്റയെല്ലാം കൊടുത്ത് വെള്ളം കൊടുത്ത് എന്നിട്ട് ഞാൻ പാല് കൊണ്ടുപോയി വന്നിട്ടാണ് ചായ കുടിക്കുക. കുറച്ച് വിട്ട് പാലും കൊടുത്ത് ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും പോവുക. ഒരു 5-6 വീട്ടിൽ രാവിലെ പോകണം. അത് കഴിഞ്ഞ് വന്ന് ബാക്കി പിന്നെ ചായയും കുടിച്ച് പശുവിന് വേണ്ടതൊക്കെ ചെയ്ത് വെള്ളം കൊടുത്ത് തവിട് കൊടുത്ത് എന്നിട്ടാണ് പുല്ലരിയാൻ പോവുക. പാലിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പുല്ലരിയാൻ പോയി വരുമ്പോഴേക്കും ഒരു 11:30 ആവും. കുറച്ച് ദൂരോട്ട് പോകണം അതിന് പുല്ലരി. പശു പുല്ല് പറിക്കാൻ പോയപ്പോൾ എന്നെ പാമ്പ് കടിച്ചിരിക്കും. എന്നിട്ട് ഞാൻ പശുക്കളോടുള്ള ഒരു ഇഷ്ടം നിർത്തിയില്ല. 3 പ്രാവശ്യം ആസ്പത്രി കിടക്കുകയും ചെയ്തിരിക്കും 2-3 ദിവസം. അതുകൊണ്ടിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പശുവിനോടുള്ള ഒരു ഇഷ്ടം എനിക്ക് വിട്ടിക്കില്ല. ഇനിയും പശു വളർത്തണം എന്നുള്ളൊരു വിചാരമുള്ളത്. സ്കൂള് 5ാം ക്ലാസ് വരെ പഠിച്ചിരിക്കും. പിന്നെ പഠിപ്പിക്കാൻ അമ്മയ്ക്ക് കഴിവില്ല. അതുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ പഠിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നതുകൊണ്ട് പശുവിനെല്ലാം പോയിട്ട് ഇങ്ങനെ ദാരിദ്ര്യം കണ്ടിട്ട് അടുത്ത വീട്ടിൽ ഒരമ്മ അങ്ങ് വാങ്ങി തന്നത് ഒരു പശുവിനാ, കറവ പശുവിനാ. അങ്ങനെ പാല് കൊടുത്തും ചാണകം കൊടുത്തൊക്കെയാണ് ദാരിദ്ര്യം നീങ്ങി കുറച്ചൊന്ന് സമാധാനത്തിലായി. ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് പശുവിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മരിക്കുന്നവരെ പശുവിനെ വളർത്തി ജീവിക്കണം എന്നാണ് എൻ്റെ വിചാരം. സ്വന്തമായിട്ട് പശു വളർത്താൻ തുടങ്ങിയത് 80-ലാണ്. അതിങ്ങനെ ഇതുവരെയും പശുക്കളെയും കൊണ്ട് ഇങ്ങനെ വളർത്തിപ്പോരുന്നു. ഇപ്പോഴും 2 ഉണ്ട്. ഒരു കറവുള്ളതാണ്. മക്കളെപ്പോലെ തന്നെയാണ് പശുവിനെ ഞാൻ കൊണ്ടു നടക്കുന്നത്. ചെറിയ മക്കളൊക്കെ എൻ്റെ മടിയിൽ എന്ന് പറയാനുള്ളൂ. പശുക്കുട്ടികളൊക്കെ ഇങ്ങനെ അടുത്ത് തന്നെ വന്നിട്ട് ഞാൻ എന്ത് ഭക്ഷണം കഴിച്ചാലും കുറച്ചെങ്കിലും ആ കുട്ടിയൊക്കെ കൊടുക്കണം. പശുക്കുട്ടിക്ക് അല്ലേ കരച്ചിലായി. അങ്ങനെ സ്വന്തം മക്കളെപ്പോലെ തന്നെ
പശുവിൻ്റെ മക്കളെ ഞാൻ കൊണ്ടു കിടക്കും. ഒരു 3 മണിയാകുമ്പം പശുവിന് രണ്ടാമത്തെ കറവും തുടങ്ങി. അത് കഴിഞ്ഞ് തീറ്റയും വെള്ളവും എല്ലാം കൊടുത്ത് പശുവിനെ പുറത്ത് കെട്ടി, അലയ്ക്ക് പുറത്ത് കെട്ടി, പിന്നെ പാല് കൊണ്ട് കൊടുത്ത 4-5 വീട്ടിൽ. ഇപ്പോഴത്തെ കുട്ടികളോട് എന്തൊക്കെയാ പറയേണ്ടതെന്ന് വെച്ചാല്, പിന്നെ അധ്വാനിച്ച് ജീവിക്കണം, ജീവിക്കാൻ പഠിക്കണം, സ്കൂളിൽ പഠിക്കണം, പിന്നെ ഭാവിയെ പറ്റി ചിന്തിച്ചിങ്ങനെ എന്തെങ്കിലും ജോലിയൊക്കെ മനസ്സിൽ ഇങ്ങനെ ജോലിയൊക്കെ വേണമെന്നുള്ളൊരു തോന്നൽ വേണം. നല്ല വഴിയെ പോണം, അതൊക്കെയെന്ന് പറഞ്ഞു കൊടുക്കുക കുട്ടികളോട്.